ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഒരു ദിവസം കറങ്ങാൻ പോയി. ദുബായ് മാളിലൊക്കെ ഒന്ന് കറങ്ങിയ ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയി കാണും കേട്ടോ. ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പിള്ളേരെയൊക്കെ ഒരുക്കി നമ്മളൊക്കെ ഒന്ന് ഒരുങ്ങി സെറ്റായി വന്നപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്തു. ഞാൻ ദുബായിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ദുബായ് മാളിൽ തന്നെയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നല്ല ചൂടായതുകൊണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു മാള് അതൊക്കെ നമുക്ക് ചൂസ് ആക്കാൻ പറ്റുള്ളൂ. അതാകുമ്പോൾ പിന്നെ കുറച്ച് നേരം തണുപ്പും കൊണ്ട് ഒക്കെ നടക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ദുബായ് മാൾ തന്നെ ചൂസ് ആക്കിയത്. അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പോയപ്പോൾ ആദ്യം ഞങ്ങൾ വാട്ടർ ഫൗണ്ടൈൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് ആദ്യം പോയത്. പക്ഷേ ഇത്തവണ നമ്മൾ നേരെ മാളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് വെയിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വാട്ടർ ഫൗണ്ടൈൻ്റെ ഒക്കെ അവിടെ പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടോയ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേഗം തന്നെ ആ ഷോപ്പിലേക്ക് കയറി. പിന്നെ ഞാനും കൂടെ കയറി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡോണറ്റ്സും പിന്നെ കോഫിയാണ് കേട്ടോ മേടിച്ചത്. കോഫി കുടിക്കാനായിട്ട് ഞങ്ങൾ പുറത്താണ് കേട്ടോ, ഷോപ്പിൻ്റെ പുറത്തുള്ള ആ ഒരു ഏരിയയിലാട്ടോ വന്നിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഫൗണ്ടൈനും ബുർജ് ഖലീഫയുടെ ഒക്കെ ആ ഒരു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഡോണറ്റ്സും കൊടുത്ത് അവൻ്റെ കണ്ണും വെട്ടിച്ച് ജാറുനെയും കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന്. കാരണം അത്രയ്ക്ക് വെയിലായതുകൊണ്ടേ കണ്ണിലേക്ക് ഭയങ്കര വെയിലടിച്ചിട്ട് നേരെ നോക്കാൻ പോലും പറ്റണ്ടായില്ല. പിന്നെ ഞാൻ സാറുവിനെ ഒരു സൈഡിൽ തണലത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് ഞാൻ നേരെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കയറി ചെന്ന് അവിടെ ഫൗണ്ടൈൻ്റെ ആ ഏരിയയും പിന്നെ ബുർജ് ഖലീഫയുടെ ആ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാവുന്നതോളം എടുത്ത്. എത്ര വെയിലെന്ന് പറഞ്ഞാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒരു മടിയില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതും കണ്ട് നേരെ അകത്തേക്ക് കയറി. എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ അകത്ത് വന്നിട്ടാണ് കേട്ടോ ചെക്ക് ചെയ്യാൻ നിന്നത്. അതിപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു, ഇത്രയും വെയിലല്ലേ. അപ്പം ദാഹിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്തെങ്കിലും കുടിക്കാമെന്ന്. അപ്പം നേരെ ഞങ്ങൾ ബർഗർ കഴിക്കാനും കൂടെ പെപ്സി കുടിക്കാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കയറി. അപ്പോൾ പെപ്സി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ബർഗറും കഴിച്ച് പെപ്സിയും കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങിയത്. കുറച്ച് നേരമൊക്കെ ഉണ്ടാവും സാറ് ട്രോളിയിൽ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ എടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് സമ്മതിക്കില്ല, ഭയങ്കരമായിട്ട് കരയും. അങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിനോട് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് നേരം അവളങ്ങനെ പൊന്നായിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ പുള്ളിക്കാരത്തി കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നടന്ന് കഴിഞ്ഞപ്പോൾ പെർഫ്യൂം സെക്ഷൻ എത്തിയിട്ടോ. സാധാരണ പെർഫ്യൂമിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ടെസ്റ്റർ യൂസ് ആക്കാറുണ്ട്, ഇങ്ങനെ നല്ല സ്മെല്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ ഇതുപോലെ ഒരു സെറ്റപ്പായിരുന്നു. അപ്പോൾ അവിടെ കൈ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി സ്പ്രേ ആവും. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ല് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അവർ നമുക്ക് ബോട്ടിലാക്കി തരും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടൊക്കെ നടന്ന് അങ്ങനെ ഒത്തിരി നടന്നൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിക്കും, പിന്നെ നടക്കും. അങ്ങനെയൊക്കെ തന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ അക്വറത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ്. അക്വറത്തിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറേ നേരത്തേക്കും കൊണ്ട് ആദൂനെ കൊണ്ട് സ്വസ്ഥത ഉണ്ടായിരുന്നു. അവൻ മീനിനെയൊക്കെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന്. ലാറു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ദുബായ് മാളിൽ വരുന്നത്. അവൾ ഉണ്ടായതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിപ്പോൾ ദുബായ് മാളിലേക്ക് പോകുന്നത്. അങ്ങനെ സാറുവിനെയൊക്കെ കുറേ മീനുകളൊക്കെ കാണിച്ചു കൊടുത്തു. അക്വാറിയം കണ്ടപ്പോൾ സാറുവിന് ഭയങ്കര ഇഷ്ടമായി. അവളിങ്ങനെ എന്തോ സംഭവം കണ്ട പോലെ കുറേ നേരം നോക്കണ്ടായിരുന്നു. ആൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഉള്ള വലിയ ഫിഷിനെയൊക്കെ കാണുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെന്നപ്പോൾ അക്വാറിയത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ക്രൗഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ അത്ര ക്രൗഡൊന്നും കണ്ടില്ല, എന്നാലും തിരക്കേടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന സംഭവം കൊണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് മൊത്തം കവർ ചെയ്തേക്കണം. ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല അട്രാക്ഷനാണ് കേട്ടോ. അങ്ങനെ അതും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെയും മുന്നിലേക്ക് ഇങ്ങനെ നടന്ന്. ഒരു മാളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഫുള്ളിങ്ങനെ നടന്ന് കാണും. ചില ഷോപ്പുകളൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം, നമുക്ക് കൊതിയാവും കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ശരിക്കും ഒറിജിനൽ മരവും ഫ്ലവേഴ്സൊക്കെ പോലെ സംഭവം ഒറിജിനൽ അല്ലാന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നടന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത മെയിൻ അതിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടാണ്, അതായത് വാട്ടർഫാള്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്ക് വന്നു അത് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ പേടി ഉണ്ടായിട്ട് ഇനി കൈ തട്ടിങ്ങാനും മൊബൈലിൽ വെള്ളത്തിൽ പോയാലോ എന്ന്. ഇതിന് മുന്നേ ആദ്യം അങ്ങനെ പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് നടന്നിട്ടാ. പിന്നെ കുറച്ച് നേരമൊക്കെ പിള്ളേർ ഇങ്ങനെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ കളിക്കുന്നത് കണ്ടു നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ആയി അവരൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വീണ്ടും ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചു. അത് പിന്നെ മുഖ്യമാണല്ലോ, മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഐസ്ക്രീമും കഴിച്ച്. പിന്നെ വാട്ടർ ഫൗണ്ടൈൻ്റെ ഡാൻസ് അത് സ്റ്റാർട്ടാക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും താഴത്തേക്ക് വന്ന് അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്ന്. നല്ല ക്രൗഡ് തന്നെയായിരുന്നു കേട്ടോ. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഉണ്ടാവുന്ന ക്രൗഡിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബുർജ് ഖലീഫിലെ ലൈറ്റ് റെജിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ടു നിന്ന്. അപ്പോഴത്തേക്കും പിന്നെ സാറുമൊക്കെ ഭയങ്കര ബഹളം കരച്ചിലൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തു. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോത്തുംകാല് ബിരിയാണിയാണ് കഴിച്ചത്. ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ള ഒരു നല്ല റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആദ്യം സൂപ്പാണ് പ്രൊവൈഡ് ചെയ്തത്. പിന്നെ ബിരിയാണിയും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പോത്തുംകാല് ബിരിയാണി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഏകദേശം നല്ലൊരു ടൈമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസുകൾ ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.